ഹരിശ്രീ ഗണപതയേ നമ. കൃഷ്ണ ഗുരുവായൂരപ്പ. വിദ്യാ സമസ്താസ്തവ ദേവിഭേദാ ദേവ്യാ യയാ തതമിദം ജഗദാത്മശക്ത്യാ നിശേഷദേവഗണ ശക്തിസമൂഹമൂർത്തിയാ താമംബികാമഖിലദേവ മഹർഷിപൂജ്യാം ഭക്ത്യാ നദാസ്മ വിദദാതു ശുഭാനി സാന. അതായത് സമ്പൂർണ്ണ ദേവതകളുടെയും ശക്തിയുടെയും സമഗ്രഭാവമായ സ്വരൂപത്തോടു കൂടിയ അഖില ലോകത്തിനും പരാശക്തിയായി വിളങ്ങുന്ന സകല ദേവതകളും മഹർഷിമാരും പൂജിക്കുന്നതുമായ ആ ജഗദംബയെ ഭക്തിപൂർവം നമസ്കരിക്കുന്നു. ആ അമ്മ നമുക്ക് മംഗളം പ്രദാനം ചെയ്യട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്നത്തെ ഉച്ചപൂജയാണ്. ഇന്നിപ്പോൾ വിജയദശമി ആയതുകൊണ്ട് ആദ്യം ദേവിയെ അങ്ങനെ സ്മരിച്ചിട്ട് സ്തുതിച്ചിട്ട് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് ആ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. ഇന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമുക്ക് ദർശനമേകാൻ നിൽക്കുന്നത് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. മഞ്ജുളാലിനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മയിൽ എന്തായാലും ആ വാരസ്യാരെ ഓർമ്മ വരും. മഞ്ജുളാ വാരസ്യാരെ ആ ഭക്തയുടെ മുന്നിൽ വിളങ്ങുന്ന, അതായത് ഭക്തർക്ക്, പരമഭക്തർക്ക് എപ്പോഴും വിളിപ്പുറത്താണ് ഗുരുവായൂരപ്പൻ. ആ കണ്ണൻ എന്നുള്ളതിൻ്റെ ഉജ്ജ്വല പ്രതീകമായ ആ മഞ്ജുളാലിനെയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്നത്. അങ്ങനെ അവിടെ വന്ന് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ഒന്ന് സ്മരിച്ച് നമ്മൾ നേരെ വന്ന് അത്തിമര ഗണപതിയെ ഒന്ന് തൊഴാനായിട്ട് വരാം. അതും വലിയൊരു ഗണപതി ക്ഷേത്രമാണ്. ആ ഗണപതി ക്ഷേത്രം ധാരാളം പേർക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വന്ന് തൊഴുന്നതായിട്ട് തന്നെ പറയുകയാണ്. കാരണം നമ്മൾ തൊഴുതിട്ട് തന്നെയാണ് വരിക. അപ്പോൾ അവിടെ വന്ന് തൊഴുതാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അവിടെ ഇത്രയൊന്നും തിരക്ക് അനുഭവപ്പെടില്ല. 4 ദിശയിൽ നിന്നും നമുക്ക് കാണാൻ ദർശനം കിട്ടും. അതുപോലെ എന്താ വെച്ചാൽ മേൽക്കൂര ഇല്ലാത്ത ആത്തിമരത്തിൻ്റെ ചുവട്ടിലുള്ള ആ ഗണപതിയാണ്. അപ്പോൾ വളരെ ഏറ്റവും പ്രശസ്തമാണ്, ഏറ്റവും ശക്തിയുക്തമായ തരത്തിലുള്ള അനുഭവങ്ങളുള്ള ആ ഗണപതിയാണ്. ആ ഗണേശനെ സ്മരിച്ചാൽ തന്നെ സർവ്വവിഘ്നങ്ങളും മാറുന്നതാണ് ഇവിടുത്തെ പഴമക്കാരൊക്കെ പറയുന്നത്. അതുപോലെ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് സ്വയം മുട്ടറക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമ്മുടെ എല്ലാ കെട്ടുകളും ഒക്കെ നമുക്ക് സ്വയം അവിടുന്ന് നാളികേരം വാങ്ങിയിട്ട് ആ നാളികേരം ഉടച്ച് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ സമർപ്പിക്കാം. അതിനുതകുന്ന തരത്തിലുള്ള ആ ഒരു കാഴ്ചയാണ് അവിടെ ഉള്ളത്. അതുപോലെ അവിടുത്തെ ദർശനം കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ദേവസ്വത്തിൻ്റെ വക മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലും ധാരാളം പഴമകൾ ഉറങ്ങുന്ന ആ മ്യൂസിയമാണ്. ഒരുപാട് കാഴ്ചകൾ നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ അതെല്ലാം വന്ന് കാണാനൊക്കെ ഉള്ള ഉതകുന്ന തരത്തിൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കാം. അങ്ങനെ വരുമ്പോൾ ആ കൊടിമരമൊക്കെ കാണാം. അങ്ങനെ കൊടിമരത്തിൻ്റെ നേരെ മുന്നിൽ നോക്കിയാൽ വലിയ ബലിക്കല്ല് കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഇതേപോലെ നമ്മളിപ്പോൾ മഞ്ജുള വാരസ്യാരെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നമ്മൾ മനുഷ്യരായിട്ടുള്ളതാണ് മഞ്ജുള വാരസ്യാരും കുറൂരമ്മയും വില്ലുമംഗലൊക്കെ. പക്ഷേ ഒരു എന്താ പറയുക, ആനയായ ആ കേശവൻ്റെ ആ ഒരു ഭക്തി, അചഞ്ചലമായ ഭക്തി കേശവൻ്റെ, അത് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ആ 2 കൊമ്പുകൾ ഇന്നും ഗുരുവായൂർ അമ്പല നടയിൽ ഇങ്ങനെ സ്വർണം കെട്ടിച്ചത് വെച്ചത് കാണുമ്പോൾ എന്നും ഭക്തർക്ക് കാണാൻ വേണ്ടിയിട്ട്, ആ കേശവനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാഴ്ച അങ്ങനെ കാണുന്നത്. അപ്പോൾ അത് കാണാം. അതിൻ്റെ നടുക്കുള്ള ആ മഹാലക്ഷ്മി ദേവീനെയും വണങ്ങി നമുക്കങ്ങനെ ആ വാതിൽപ്പടി കയറാം. അങ്ങനെ നമ്മൾ ആ ഇടത്തെ സൈഡിലേക്ക് നോക്കിയിട്ട് മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. ചില്ലുംകൂട്ടിലിങ്ങനെ വിളക്ക് കത്തുന്നത് കാണാം.
അപ്പോൾ അവിടേക്കൊന്ന് നോക്കിയിട്ട് മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വലത്തെ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണ് നോക്കിയിട്ട് തൊഴാം. അതിനുശേഷം നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമാണെന്നറിയോ, ആകെ തിളങ്ങാണേ. മൊത്തം ആ ഒരു സ്വർണ്ണ വിളക്കും വെള്ളി വിളക്കിലും ഒക്കെ ഇങ്ങനെ നെയ്ദീപം ഇങ്ങനെ വരുമ്പോൾ എന്തൊരു തിളക്കായിരിക്കും. അങ്ങനെ ഭഗവാന്റെ ആ കളഭത്തിൻ്റെ തിളക്കം കൂടി ആകുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ നമ്മൾ കാണുമ്പോൾ കാൽപാദങ്ങളിങ്ങനെ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട് അങ്ങനെ നോക്കി വരുമ്പോൾ ചെറിയൊരു ഉണ്ണി കേട്ടോ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കോണകമൊക്കെ കൊടുത്തിട്ടുണ്ട്, പട്ടുവ കോണകമൊക്കെ കൊടുത്തിട്ടുണ്ട്, അരമണി ചാർത്തിയിട്ടുണ്ട്, കിങ്ങിണിയൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. കിങ്ങിണിയുടെ ഞാന്ന് കിടക്കുന്നുണ്ട് ചെറിയ ചെറിയ ചരടുകൾ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു വളയം പോലത്തെ മാല ഉണ്ട്, ഒരു പതക്കം പോലത്തെ മാല, പിന്നെ ഒരു മാങ്ങാമാല. അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. കൈവളകളിൽ എന്താ വെച്ചാൽ വലത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴൽ ഇങ്ങനെ പിടിച്ച് മാർത്ത് ചേർത്ത് വെച്ചെണ്ണ, ഇടത്തെ കൈ ഇങ്ങനെ കുത്തിയിട്ടുമുണ്ട് അരയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ തന്നെ ചോദിച്ചു, ആ ഉണ്ണി ആ ഓടക്കുഴലും തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് തരില്ല, ഇതെൻ്റെ മാത്ര എന്ന് പറയില്ല, ചെറിയ കുട്ടികളൊക്കെ പറയില്ല, അതേമാതിരി ഇതെൻ്റെ മാത്ര, ഇതെൻ്റെ സ്വന്തം അങ്ങനെ പറയുന്ന പോലെയാണ്. അപ്പോൾ ആ ഒരു ഭാവമാണ് ഇപ്പോൾ ഭഗവാന്റെ മുഖത്തെ, ആ പൊന്നുണ്ണിയുടെ മുഖത്ത് കാണുന്നത്. വളരെ കുസൃതി നിറഞ്ഞ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ആ ഗോപീതിലകം വെച്ചിട്ടുണ്ട് തിരുനെറ്റിയിൽ. മുകളിലാണെങ്കിലോ പീലി ഇങ്ങനെ 3 പീലി കളപ്പം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അങ്ങനെ ആ തിരുമുടിമാലകൾ 2 ചാർത്തിയിട്ടുണ്ട്. തെച്ചി, തുളസി, വെളുത്ത പൂവും, അതേപോലെ വെളുത്ത പൂവും തുളസിയായിട്ടും അങ്ങനെയാണ്. പിന്നെ അതേപോലെ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാലയും നല്ലൊരു തെച്ചി, തുളസി, വെളുത്ത പൂവ് ഇങ്ങനെ സമം ചേർത്ത് ഇങ്ങനെയുള്ള പോലെ നല്ല ഒരു ഉണ്ടമാല, നല്ല തിക്കിലുള്ള ഒരു ഉണ്ടമാല. ഇന്ന് എന്താ വെച്ചാൽ അധികം ആടയാഭരണങ്ങളൊന്നുമില്ല, പക്ഷേ ഉള്ളത് നല്ല മനോഹരമായിട്ടുള്ള കൗതുകകരമായ രൂപത്തിൽ. ഒന്നാമത് ആ ഭാവത്തിനാണെന്ന്, അതായത് ആ ഒരു എന്താ പറയുക, ഒരു കുസൃതി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കേട്ടോ, ഇത് തരില്ല കേട്ടോ എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിലാണ്. ആർക്കും തരില്ല, ഇത് എൻ്റെ സ്വന്താ എന്ന് പറയണ പോലെ, എൻ്റെ ചൊന്താന്നൊക്കെ പറയില്ലേ ചെറിയ കുട്ടികൾ, അതേമാതിരിയാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. എല്ലാവരുടെയും മനസ്സ് ഇങ്ങനെ എൻ്റെ കൂടെ സഞ്ചരിക്കുക. അങ്ങനെ സോപാനപ്പടിയിൽ എത്തട്ടെ എല്ലാവരുടെയും മനസ്സ്. അങ്ങനെ വന്ന് നമ്മളിങ്ങനെ കാണുക. ആ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തിളങ്ങുന്ന വിളക്കുകൾക്കിടയിലൂടെ, ആ ദീപപ്രഭയിലൂടെ നമ്മളിങ്ങനെ ഭഗവാന്റെ ആ ഒരു കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ എന്തൊരു മനസ്സ് സുഖമാണെന്നറിയോ, എത്ര സുഖം, എത്ര കണ്ടാലും മതി വരാത്ത ആ പൊന്നുണ്ണിയെ ഇങ്ങനെ കാണാം. ഏത് നേരം അവിടെ തന്നെ നിൽക്കാൻ നമുക്ക് അടുത്ത ജന്മെങ്കിലും ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കണ പോലെ അത്രയ്ക്കും അവിടുന്ന് മാറാൻ പാടില്ല, അവിടുന്ന് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. ഒരു ശിലയായിട്ടൊരു ജന്മം ഉണ്ടെങ്കിലും ഭഗവാന്റെ അടുത്തുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന തരത്തിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ച, അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എല്ലാവരും കണ്ടുകൂടുക. നന്നായിട്ട് മനസ്സിലേക്ക് ഇങ്ങനെ ആ ഭഗവാന്റെ രൂപത്തെ ആവാഹിച്ച് പ്രാർത്ഥിക്കുക. ആ ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആ പൊന്നുണ്ണിയായിട്ട്, കുസൃതി കണ്ണനായിട്ട് നിൽക്കുന്ന പൊന്നുണ്ണിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ആ ഗുരുവായൂരപ്പൻ ആ പ്രാർത്ഥനകളൊക്കെ കേൾക്കും. എന്ത് അല്ലലും എത്ര സങ്കടം ഉണ്ടെങ്കിലും സന്താപം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും ഒക്കെ അവിടെ പറഞ്ഞാൽ അതൊക്കെ അവിടെ സ്വീകരിക്കുകയും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. തൊഴുതിങ്ങനെ ഇറങ്ങിയ നേരെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴാം. അതേപോലെ ആ തിടപ്പള്ളി നോക്കി തൊഴാം. പിന്നെ ഇങ്ങനെ നോക്കിയാൽ ചുവരിൻ്റെ മുകളിലുള്ള അലിലക്കണ്ണനെയും കണ്ട് തൊഴുത് ആ ഗ്രില്ല് കൊണ്ട് കിടന്ന സപ്തമാതാക്കളെ കാണാം. അവിടെയും വന്ന് തൊഴുത് അങ്ങനെ നമ്മൾ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴും നല്ല അലങ്കാരത്തിലാണ് കേട്ടോ. ഇന്നിപ്പോൾ വിജയദശമി അപ്പുറത്ത് നന്നായിട്ടുണ്ട്, അപ്പോൾ ഇപ്പുറത്തും ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി നല്ല രസമായിട്ടാണ്, നല്ല രസമായ കാഴ്ചയാണ് എന്നർത്ഥം. അതായത് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ അലങ്കാരമൊക്കെ ആയിട്ടുണ്ട്. ധാരാളം പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ലൊരു കദളിപ്പഴം, നല്ല പഴുത്ത കദളിപ്പഴം കൊടുത്തിട്ടുണ്ട്. ആ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ ഗണേശൻ ഇങ്ങനെ
തിളങ്ങി നിൽക്കുകയാണ്. നമ്മളോട് നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന പോലെ തന്നെയാണ്. അവിടുത്തെ ഉണ്ണിയുടെ പോലെ തന്നെ ഇവിടെ ആണെങ്കിൽ നല്ലൊരു കുട്ടിയാന. അത് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ആ ഗണേശനെ നമ്മൾ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ തൊഴുക. സരസ്വതി ദേവിയുടെ അവിടെ ഇപ്പം എന്താ വെച്ചാൽ വിദ്യാരംഭത്തിൻ്റെ തിരക്കുകളൊക്കെ അങ്ങനെ നമ്മൾ കൂത്തമ്പലത്തിലാവുകൊണ്ട് ഇവിടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഇവിടെ നമുക്ക് തൊഴാം. അങ്ങനെ സരസ്വതി ദേവീനെ കണ്ട് തൊഴുക, പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അതേപോലെ തന്നെ ശരിക്കും നമ്മൾ എത്ര നാമം പറഞ്ഞാലും, അതായത് ലിഖിതമായാലും നമ്മുടെ മനസ്സിലായാലും എത്ര കണ്ട് നാമങ്ങൾ ചെല്ലാൻ കഴിയുന്നോ അത്ര കണ്ട് നല്ലതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ കമൻറ്റിലൊക്കെ പറയാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഓരോ ദേവികൾ നമ്മളവിടെ എത്തുമ്പോൾ, ഇപ്പോൾ ഗണേശനെയാണെങ്കിൽ ഗണേശനെ ഓം വിഘ്നേശ്വരായ നമാന്നോ, അല്ലെങ്കിൽ ഓം ഗംഗാടപതയെ നമാന്നോ, അതേപോലെ സരസ്വതി ദേവിയുടെ എത്തുമ്പോൾ ഓം സരസ്വതി നമാന്നോ, ഏതെങ്കിലും ആ ദേവിയുടെ വർണ്ണന ഒന്ന് നമുക്ക് അവിടെ എഴുതിയിടാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. നമ്മൾ ചലിക്കുന്ന അതിനൊപ്പം ഓരോ എന്താ പറയുക ഭഗവതീനെയും ഓരോ ഗണപതി അതേപോലെ ഓരോരുത്തരെയും കാണുമ്പോൾ അവരെയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലിങ്ങനെ ചെല്ലുമ്പോൾ, മനസ്സിൽ തട്ടിയിട്ട് നമ്മൾ എഴുതുമ്പോൾ ആ ഒരു അനുഗ്രഹം നമുക്ക് കൂടുതൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ, കൂടെ പ്രാർത്ഥിച്ചോളൂ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശൻ്റെ ആ വിഗ്രഹം കാണാം. അതൊക്കെ ഒന്ന് തൊട്ട് തലോടിയാൽ ആ ഗണേശൻ്റെ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമുക്ക് മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വന്ന് വാമനരൂപിയും അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന വിഷ്ണുവിനെയൊക്കെ കണ്ട് നേരെ അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരിക. അവിടെയും ധാരാളം പൂക്കളുണ്ട്, നല്ല താമരമാലകളുണ്ട്, അതേപോലെ വെളുത്ത പൂവുണ്ട്, തുളസി പൂവുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് തന്നെയാണ് അവിടെയുണ്ട്, ധാരാളം പൂക്കളാണ് ഇപ്പോഴേ. അങ്ങനെ അതവിടെ തൊഴുത് നമ്മളിങ്ങനെ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴാം. പിന്നെ നേരെ നമ്മൾ കൃഷ്ണൻ്റെ അടുത്തേക്ക് വരിക. അവിടെ 2 തുളസിമാലകളുണ്ട്, തുളസിയും വെളുത്ത പൂവൊക്കെ ആയിട്ട്. പിന്നെ മുരുകൻ്റെ അവിടെയും ധാരാളം നല്ല ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. 2 മാലകളുണ്ട് വെളുത്ത പൂവിൻ്റെ. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്ന് കുങ്കുമമുണ്ട്, അതേപോലെ നല്ല മാലകൾ ലിഖിതമാലയുണ്ട്, അതേപോലെ വെറ്റിലമാലയുണ്ട്. അപ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ഇവിടേക്ക് എത്തുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ നാമമൊക്കെ എഴുതിയിട്ടാൽ നല്ലതാണ്. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മൾ നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നെ നമ്മൾ നൃത്താറയിലും അതേപോലെ മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും അതേപോലെ ആ മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് പ്രണമിച്ച് അങ്ങനെ നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അതിനുശേഷം ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇനി നമ്മൾ നേരെ ഭഗവതീനെ എടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. ഭഗവതിയുടെ അവിടെയൊക്കെ നല്ല തിരക്കാട്ടോ. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്, പിന്നെ അവധി ദിവസം ആയതുകൊണ്ട് മൊത്തം തിരക്കാണ്. ഭഗവതി ഇന്നിപ്പോൾ അതിമനോഹരിയായിട്ടാണ് ആ കാഴ്ച. കാരണം എന്താ വെച്ചാൽ വിജയദശമി അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ സരസ്വതി ഭാവത്തിൽ കൂടിയാണെന്ന് തന്നെ പറയാം. ദുർഗയും സരസ്വതിയൊക്കെ ആയിട്ട് തന്നെയാണ് ഇന്നത്തെ.
അതായത് അലങ്കാരത്തിൽ തന്നെ പറയാൻ എന്താ വെച്ചാൽ വെളുത്ത പട്ടിങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. നല്ല തേജസ്സാർന്ന ഒരു പ്രൗഢഗംഭീരമായ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിമനോഹരിയായിട്ടാണ് അമ്മ ഇങ്ങനെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ധാരാളം ഭക്തർ വരുന്നതല്ലേ, എല്ലാവരെയും അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല പാലക്കാമാല ഉണ്ട്. ആ പാലക്കാമാലയൊക്കെ ചാർത്തിയിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ഭഗവതി നമ്മളെ കാത്തിരിക്കുന്നത്. കിരീടമൊക്കെ വെച്ച് അതിമനോഹരിയായിട്ടാണ് അങ്ങനെ കാണാനുള്ള എന്തൊരു രസമാണ്. ധാരാളം പൂക്കൾ, മാലകളുണ്ട്, ധാരാളം പൂക്കളുണ്ട്. വിദ്യാസ്വരൂപിണിയായിട്ടാണ് തൻ്റെ മക്കളെ മുഴുവൻ അനുഗ്രഹിക്കാനായിട്ട് അറിവും ബോധമൊക്കെ നൽകാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അമ്മ ഇടത്തരികത്ത് കാവിലെ ഭഗവതി. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മേനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരിക. അങ്ങനെ വന്ന് ആ കോർണറിലെത്തിയാൽ ഒന്ന് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഒന്ന് പ്രദക്ഷിണമായിട്ട് അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി പോകുന്ന പോലെയാവും. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരാം. അപ്പോൾ അവിടെയൊക്കെ കാണുമ്പോൾ എന്ത് അലങ്കാരിച്ചിട്ടാണ്. ധാരാളം കൊടിമരത്തിനെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ 4 വെറും നന്നായിട്ട് അലങ്കരിച്ച് ആ വെണ്ണക്കണ്ണൻ്റെ ഒരു ഫോട്ടോ ഒക്കെയാണ്. വെണ്ണക്കണ്ണൻ ആ നിറഞ്ഞു തെളുമ്പിയ ആ വെണ്ണപാത്രത്തിൽ നിന്ന് ഇങ്ങനെ ആ കടക്കോലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തൈര് കടഞ്ഞ വെണ്ണ കിട്ടിയ ആ ഒരു കാഴ്ചയിലാണ്. ആ വെണ്ണ മുഴുവൻ എടുത്ത് കഴിക്കണ ആ ഒരു സ്വരൂപത്തിൻ്റെ ഇതിലാണ്. ധാരാളം പൂക്കളും, അമ്പലം നിറച്ച് പൂക്കളാണ്, ഇന്ന് മാലകളാണ്. അപ്പോൾ ആ വിജയദശമിയുടെ ആ ഒരു കാഴ്ച തന്നെയാണ്. അവിടെ വന്നിട്ട് നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ മാറോട് ചേർത്ത് ഓടക്കുഴലിൽ പിടിച്ച് നിൽക്കുന്ന ആ കുസൃതി കുരുന്നിനെ ഒന്നുകൂടി നോക്കി തൊഴുത് നമസ്കരിക്കാം. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കൂത്തമ്പലത്തിൽ വരിക. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരുടെ പുസ്തകം കൂടിയാണ് എടുത്ത് പോകാനുള്ളൂ. ബാക്കിയൊക്കെ കൊണ്ടുപോയി എണ്ണു എഴുത്തിനിരുത്ത് അതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ. അപ്പോൾ ആ പൂജയും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ അവിടെയും വന്ന് നമസ്കരിക്കാം. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമി ഇന്ന് വളരെ മനോഹരനായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആ വെളുത്ത പാവുകൊണ്ട് ഇങ്ങനെ ഉടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മഞ്ഞ പട്ടുകൊണ്ട് അരപ്പട്ടയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ട് ഓരോ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ. അതേപോലെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ മാല, മാങ്ങാമാല പോലത്തെ മാല ഇങ്ങനെ വലിയ ഇതായിട്ടുണ്ട്. പിന്നെ ധാരാളം പൂക്കൾ അവിടെയുണ്ട്. അവിടെയൊക്കെ അലങ്കാരങ്ങൾ ധാരാളമാണ്. എല്ലായിടത്തും വിശേഷമല്ലേ. അപ്പോൾ എല്ലായിടത്തും സന്തോഷത്തിലാണ്. ഭക്തരെ നന്നായിട്ട് അനുഗ്രഹിക്കാൻ തന്നെയാണ് എല്ലായിടത്തും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം കേട്ടോ. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അങ്ങനെ വന്ന് നമ്മൾ അവിടെ പ്രദർശനം ചെയ്ത് വരുമ്പോൾ പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് ആ രുദ്രതീർത്ഥക്കുളത്തെ പ്രദർശനം ചെയ്യാൻ വരിക. അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളികമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നെ നേരെ വന്ന് നാരായണാലയത്തിൽ വരുമ്പോൾ അവിടെയൊക്കെ ധാരാളം പൂജാമാലകളും ഒക്കെ ആയിട്ട് ചാർത്തിയിട്ടുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ അവിടുന്ന് നമ്മുടെ ദേവിയുടെ അവിടേക്ക് വീണ്ടും വരിക. അവിടെ ഒന്ന് തൊഴുത് നമ്മൾ നേരെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഒന്നുകൂടി ആ ഭഗവത് ദർശനം നമുക്ക് കിട്ടും. അങ്ങനെ അതിനുശേഷം നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരിക. അങ്ങനെ അവിടെ വന്ന് പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവിനെയും പാർവതീദേവിനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ച് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കാരണം എന്താ വെച്ചാൽ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും അവരവരുടെ ആ ദേവതകളെ നമ്മൾ പൂജിക്കുന്നതായിട്ട് സങ്കല്പിക്കുക, നമ്മളവിടെ തൊഴുന്നതായിട്ട് സങ്കല്പിക്കണം കേട്ടോ, നിർബന്ധമായിട്ടും. എന്നാലാണ് അവരുടെയൊക്കെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുക. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കട്ടെ ഗുരുവായൂരപ്പൻ.
കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.